വളരെ വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യം, സാധാരണ എല്ലാ സർക്കാരിലും ആഭ്യന്തരമന്ത്രിക്കാണ് രണ്ടാം സ്ഥാനം മന്ത്രിസഭയിൽ. ഇവിടെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ. സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയേക്കാൾ മുൻപേ നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമായിട്ടുള്ള ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെയുള്ള ഒരാളെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് നൽകുന്ന സന്ദേശം അത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. കേരളത്തിൽ ആദ്യമായി BJPക്ക് 3 MLA-മാരുണ്ടായി. ആ 3 MLA-മാരും ഒന്ന് നേമത്ത് നിന്ന്, മറ്റൊന്ന് കഴക്കൂട്ടത്ത് നിന്ന്, മറ്റൊരാൾ ചാത്തന്നൂരിൽ നിന്ന്. ഈ 3 MLA-മാരും പൊതുവിൽ ചില ആവേശ കമ്മിറ്റിക്കാരല്ലാത്ത വളരെ പക്വതയുള്ളവരും വളരെ ശാന്തതയുള്ളവരും ഒക്കെയാണ്. എനിക്ക് ബഹുമാന്യരായ MLA-മാരോടും ആ പാർട്ടിയോടും പറയാനുള്ളത്, നിങ്ങൾ ഈ സ്ഥിരമായി വെച്ച് തിളപ്പിക്കുന്ന മുസ്ലിം വിരോധം, വർഗീയ വിദ്വേഷം, അത് ദയവായി നിങ്ങൾ മാറ്റിവെച്ചിട്ട് കേരളത്തിലെ ജനങ്ങളോട് രാഷ്ട്രീയം പറയണം. കേരളത്തിലെ ജനങ്ങളോട് വികസനം പറയണം. കേരളത്തിൻ്റെ ജനങ്ങളോട് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയണം. അല്ലാതെ നിങ്ങളിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ചുക്കും ചുണ്ണാമ്പ് സംഭവിക്കുകയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം. അവിടെ കാണേണ്ട ഒരു കാര്യം, നിരവധിയായ ആളുകൾ അതിൻ്റെ ജാതിയും മതവും പേരും നോക്കാതെ രാഷ്ട്രീയമായി ജയിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു ജനങ്ങൾ. കുറേ പേരെ ജയിപ്പിച്ചു, കുറേ പേരെ പരാജയപ്പെടുത്തി. അതിലൊന്നും അവർക്ക് ജാതിയും മതവും ഉണ്ടായില്ല. അവരിലൊന്നും അത് നോക്കിയതുമില്ല. അവിടെയൊക്കെ ജയിച്ചത് അവരുടെ സ്വപ്നമാണ്, അവരുടെ രാഷ്ട്രീയമാണ്, അവരുടെ ഒരു നിലപാടാണ്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം വി മുരളീധരൻ സാറിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ട് 2ാം സ്ഥാനക്കാരനായി കുഞ്ഞാലിക്കുട്ടിയെ ഇരുത്തിയിരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് ഉൾപ്പുളകം വന്നത്രേ. എന്ന് മാത്രമല്ല, 3ാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തല ആയിപ്പോയതിൽ വലിയ ദുഃഖവുമുണ്ട്. എന്തു ചെയ്യും? കേരളത്തിലെ ഏറ്റവും വലിയ 2ാം കക്ഷിയായ ഭരണകക്ഷിയിലെ ശക്തമായ പാർട്ടിയായ മുസ്ലിം ലീഗ്, എന്ന് മാത്രമല്ല ഏതാണ്ട് 10-75 വയസ്സ് കഴിഞ്ഞ വളരെ പരിണിതപ്രജ്ഞനായ, കേരളം ആദരിക്കുന്ന, കേരളത്തിൻ്റെ മതേതര ബോധ്യത്തിന്, പൊതുബോധത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ലാത്ത പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ആൾ 2ാമതായിട്ട് ഇരിക്കുന്നത് കണ്ട് അങ്ങയ്ക്കുണ്ടായ വിഷമം കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഒരു തമിഴ് ബാലനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചില്ലേ ഒരു തമിഴ് ബാലനെ, അതൊന്ന് കേട്ടു നോക്കൂ. மச்சான் எல்லாரும் ஜாதி ஜாதிங்கிறாங்களே, ஜாதின்னா என்ன மச்சான்? ஜாதிங்கிறது நம்ம போட்டிருக்க ஜட்டி மாதிரி, அதை அடுத்தவன்ட்ட காட்டவே கூடாது, உள்ளே போட்டிருக்கணும். விருப்பப்பட்டவன் போட்டுக்கிறான், விரும்பாதவன் ஃப்ரீயா இருக்கான். அடுத்தவன் என்ன ஜட்டி போட்டிருக்கான்னு எட்டி பார்க்கவும் கூடாது, போட சொல்லி வற்புறுத்தவும் கூடாது. இதுதான் மச்சான் ஜாதி. சூப்பர் மச்சான். സാറേ, രാഷ്ട്രീയം നോക്ക്, വികസനം നോക്ക്. ജാതി ഈ പയ്യൻ പറഞ്ഞതുപോലെ ജട്ടിയാണ്. അത് സാറ് ഏതെങ്കിലും ഇട്ടോ, കുഞ്ഞാലിക്കുട്ടി സാറും ഏതെങ്കിലും ഇടട്ടെ, VD സതീശൻ സാറും ഏതെങ്കിലും ഇടട്ടെ, രമേശ് ചെന്നിത്തല സാറും ഏതെങ്കിലും ഇട്ടോട്ടെ. ഇനി അതിനകത്ത് ഇടാതിരിക്കുന്നവരും കാണും, അയഞ്ഞതിട്ടേക്കുന്നവർ കാണും, മുറുകിയതിട്ടേക്കുന്നവർ കാണും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഈ ജാതിയാകുന്ന ജട്ടി നോക്കി വെറുതെ സമയം കളയാതെ സാറിൻ്റെയൊക്കെ എത്രയോ വർഷങ്ങളായുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഒരു പിന്തുണയോടെ നല്ല നല്ല വികസന പദ്ധതികൾ അങ്ങയുടെ മണ്ഡലത്തിലും ജനങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ നാട് നന്നാക്കാൻ നോക്ക്. നമ്മുടെ മക്കൾ ജീവിക്കട്ടെ നന്നായിട്ട്, ഈ നാട് നന്നാവട്ടെ. അല്ലാതെ അതിനു പകരം ഈ പറഞ്ഞ ഒന്നാമതിരിക്കുന്നതും 2ാമതിരിക്കുന്നതും അതിനുള്ളിലെ ജാതിയും നോക്കി എവിടെ ജയിക്കാനാണ്, എന്ത് നേടാനാണ്?